ഈ കഥ ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നൊരു യോദ്ധാവ് ഉണ്ടായിരുന്നു. ഇയാളുടെ പേര് ചിയു എന്നാണ്. ഇയാൾക്കൊരു ആർമിയുണ്ട്. എന്നാൽ ഇയാൾ സാധാരണ ഒരു മനുഷ്യനല്ല. ഇദ്ദേഹത്തിന് ചില അമാനുഷിക ശക്തികളുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ കാണുന്ന ഈ റിങ്സ് കണ്ടില്ലേ, അല്ലെങ്കിൽ വളയങ്ങൾ, ഇതിന് 10 റിങ്സ് എന്നാണ് പറയുന്നത്. ഇയാളുടെ ഇടത്തെ കയ്യിൽ 5 ഉണ്ട്, വലത്തെ കയ്യിലും 5 ഉണ്ട്. ഇതാണ് ഇയാൾക്ക് ആ ശക്തി കൊടുക്കുന്നത്. മാത്രമല്ല ഇമ്മോർട്ടാലിറ്റിയും, അതായത് ഇയാൾക്ക് മരണമില്ല. പക്ഷെ എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ റിങ്സ് കിട്ടിയത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല. എന്നാൽ ഇത്രയും വിശിഷ്ടമായ ശക്തി കിട്ടിയിട്ടും ഇയാൾ അത് നല്ല കാര്യത്തിനല്ല ഉപയോഗിക്കുന്നത്. കാരണം ഇയാൾ ഒരു അത്യാഗ്രഹിയായിരുന്നു. എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുക്കണം, അതാണ് ഇയാളുടെ ലക്ഷ്യം. ഇന്ന് തന്നെ ഇയാളിപ്പോൾ ഒരു യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ഇയാളുടെ ടീമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആർമി ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചിയും ടീമും അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ആ ആർമിയിലുള്ള ആൾക്കാരൊക്കെ അയാൾക്ക് നേരെ അമ്പ് ചെയ്യാണ്. എന്നാൽ ഇയാളുടെ കയ്യിൽ ആ 10 റിങ്സ് ഉണ്ടല്ലോ, അതിന്റെ പവർ വെച്ചിട്ട് ചിയു ആ അമ്പുകളെല്ലാം തട്ടിക്കളഞ്ഞു. എന്നിട്ട് വേഗം തന്നെ ആ ആർമിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഒരു കിടിലം ഫൈറ്റാണ് പിന്നീട് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ റിങ്സിന്റെ പവർ വെച്ച് ചിയു എല്ലാത്തിനും ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് ആ സാമ്രാജ്യം പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ തന്റെ ആർമിക്ക് ഒരു പേരിട്ടു, 10 റിങ്സ്. ദിവസവും അതികഠിനമായ പരിശീലനമാണ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർമിയിലുള്ള ആൾക്കാരെ തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വർഷങ്ങളായിട്ട് ഈ ചിയും കൂട്ടരും ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രത്യേക സ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അയാളുടെ ഈ ആക്രമണ രീതി. അത് ഈ ലോകം മൊത്തത്തിലുണ്ട്. പല രാജ്യങ്ങളായി അയാൾ ഇങ്ങനെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷം 1996 ഈ ചിയുവിന്റെ മെയിൻ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഒരു മലയിടുക്കിലാണ്. ഇവിടെയാണ് ഇയാൾ സ്ഥിരമായിട്ട് താമസിക്കാറുള്ളത്. ഇന്നിപ്പം അയാൾ അയാളുടെ ഒരു അസിസ്റ്റന്റുമായിട്ട് ഒരു മീറ്റിംഗിലാണ്. ഈ ചിയു ഒരു മാന്ത്രിക ഗ്രാമത്തെക്കുറിച്ച് കേട്ടു. അതിന്റെ പേര് ടാലോ എന്നാണ്. അവിടേക്ക് പോകാനുള്ള ഒരു മാപ്പ് അയാളുടെ കയ്യിലുണ്ട്. ഉടനെ ചെന്നിട്ട് ആ ഗ്രാമം പിടിച്ചെടുക്കാനുള്ള പ്ലാനിംഗ് ആണ് അയാൾ ഇപ്പം നടത്തുന്നത്. അങ്ങനെ പ്ലാനിംഗ് ഒക്കെ ചെയ്തതിനു ശേഷം അവരൊരു ടീമായിട്ട് ആ ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന വഴി ഒരു കാടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള റോഡിലൂടെയാണ് അവരിപ്പോൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവർ വിചാരിച്ച പോലെ സാധാരണ ഒരു കാടല്ലായിരുന്നു അത്. അതൊരു മാന്ത്രിക വനമാണ്. ഈ സമയം അവർ നോക്കുമ്പോൾ ആ കാട്ടിലെ മരങ്ങളൊക്കെ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയായി. പെട്ടെന്നാണ് ആ മരങ്ങളൊക്കെ കൂടെ വന്നിട്ട് അവരുടെ വണ്ടി തട്ടിമറിച്ചിരുന്നത്. അത് നേരെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. എന്നാൽ വണ്ടി മറിഞ്ഞപ്പോൾ തന്നെ ചിയു ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. ബാക്കിയുള്ളവരാണെങ്കിൽ ആ മലയുടെ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ചിയു ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ നടന്ന് എത്തിച്ചേരുന്നത് ആ ഗ്രാമത്തിന്റെ ബൗണ്ടറിയിലാണ്. അവിടെ ഒരു കാവൽക്കാരി നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് ലീ എന്നാണ്. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവള്. ഈ സമയം ചിയു അവളോട് ചോദിക്കുന്നത് ഈ ടാലോ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി ഏതാണെന്നാണ്. അതേക്കുന്ന അവള് പറയുന്നത് ഈ ടാലോ എന്ന് പറയുന്നത് എന്റെ ഗ്രാമമാണ്, അങ്ങനെ എല്ലാവർക്കും അതിനകത്തേക്ക് പ്രവേശനമില്ല. അവൾ അത് പറയുമ്പോൾ ചിയുവിന് വാശിയായി. അവനിപ്പോൾ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ റിങ്സ് എടുക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. എന്നാൽ ചിയു വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവളും വെൽ ട്രെയിൻഡ് ആണ്. മാത്രമല്ല അവൾക്ക് നല്ല സ്കില്ലും ഉണ്ട്. അങ്ങനെ കുറേ നേരമായിട്ട് ഇവരുടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പരസ്പരം ദേഷ്യമല്ല വരുന്നത്. കാരണം ഇവരുടെ 2 പേരുടെ സ്കില്ലിൽ അവർ പരസ്പരം ഇംപ്രസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണ് തോന്നുന്നത്. അത് അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ നിഴലിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റിന്റെ അവസാനം ചിയു തോറ്റു. ലീ അവനെ ഇടിച്ച് അവിടെയുള്ള ഒരു പോണ്ടിലേക്ക് ഇടാണ്. പിന്നീട് അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളെ ഇവിടെ കാണുന്നില്ല. എങ്കിൽ അവളെ അങ്ങനെ വിട്ടുകളയാൻ അയാൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അയാൾ അവളെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവർക്കൊരു കുട്ടിയും ജനിച്ചു. ആൺകുട്ടിയാണ്. ആ കുഞ്ഞിന് അവർ കൊടുത്ത പേരാണ് ഷാങ്ചി. ഇവനാണ് ഈ കഥയിലെ നായകൻ. അങ്ങനെ ഷാങ്ചിക്ക് ഇപ്പോൾ 10 വയസ്സായി. അവന്റെ അമ്മ ഇപ്പം അവരുടെ കഥയൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത്, ഇത്രയും പവറുള്ള അച്ഛനെ അമ്മ എങ്ങനെയാണ് തോൽപ്പിച്ചത്? അവൻ ആ ചോദ്യം കേൾക്കുമ്പോൾ അവർ പറയുന്നത്, നീ എന്റെ ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടാലോ എന്നാണ് എന്റെ ഗ്രാമത്തിന്റെ പേര്. ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ഡ്രാഗൺ ഉണ്ട് അവിടെ. എന്റെ കയ്യിൽ കണ്ടില്ലേ, ഇതുപോലിരിക്കും. ഇതിനെ ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്നാണ് പറയുന്നത്. എന്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഡ്രാഗൺ ഒരു ശക്തി കൊടുത്തിട്ടുണ്ട്. ആ ശക്തി എനിക്കും ഉണ്ട്. ഡ്രാഗന്റെ അനുഗ്രഹം നിനക്കും ഉണ്ടെങ്കിൽ നിനക്കും ആ ശക്തി കിട്ടും എന്ന് പറഞ്ഞിട്ട് ലീ ആ ഡ്രാഗൺ എടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. ഈ സമയം അവൻ ചോദിക്കുന്നത്, അല്ല അമ്മയ്ക്ക് ഇപ്പോഴും അതുപോലത്തെ അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമോ? അത് പറ്റില്ല മോനെ. നിന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം എന്റെ ഗ്രാമത്തിലുള്ളവർ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാൻ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് എനിക്ക് നിന്റെ അച്ഛന്റെ കൂടെ പോകേണ്ടി വന്നു. എന്നാൽ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ ശക്തിയൊക്കെ ഞങ്ങളുടെ ഡ്രാഗണ് തിരിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരൊരു മാല എടുത്തു. അതിലൊരു പച്ച കളർ ലോക്കറ്റ് ഉണ്ട്. അവരിപ്പം ആ മാല അവന് അണിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത്, നിനക്ക് എന്തെങ്കിലും വഴി തെറ്റിക്കഴിഞ്ഞാൽ ഈ ലോക്കറ്റ് നിനക്ക് വഴി കാണിക്കുമെന്നാണ്. ആ മാല കിട്ടിക്കഴിഞ്ഞപ്പം അവന് സന്തോഷമായി. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഷാങ്ചി ഇപ്പം അമേരിക്കയിലാണ്. ഇന്ന് രാവിലെ അവൻ എഴുന്നേറ്റ ഉടനെ തന്നെ അവന്റെ ടേബിളിലായിട്ട് ഒരു പോസ്റ്റ് കാർഡ് വെച്ചിട്ടുണ്ട്. അവൻ അത് എടുത്തു നോക്കി. അതിന്റെ മുന്നിലത്തെ ചിത്രം ഒരു ഡ്രാഗന്റെയാണ്. പുറകിലാണെങ്കിൽ ഒരു അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ചൈനയിലെ ഒരു അഡ്രസ് ആണത്. അവൻ അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം നേരെ അവന്റെ ജോലിക്ക് പോവാണ്. അവനിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു വലിയ ഹോട്ടലിലാണ്. അവിടുത്തെ വാലറ്റ് പാർക്കിങ്ങിലാണ് ഇവന്റെ ജോലി. അതായത് ഗസ്റ്റുകൾ അങ്ങോട്ട് വന്നൊരു കാർ അവിടെ നിർത്തുമ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. അതാണ് അവൻ ചെയ്യുന്നത്.
ഇവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇവളുടെ പേര് കേറ്റി എന്നാണ്. അവൾ ഇവനും കൂടെയാണ് ഈ വാലറ്റ് പാർക്കിങ്ങിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഷാങ്ചിയും കേറ്റിയും കൂടെ ഒരു ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷാങ്ചി യഥാർത്ഥത്തിൽ ആരാണ് എന്ന കാര്യമൊന്നും അവൻ കേറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവന്റെ പേര് അവൻ അവളോട് പറഞ്ഞിരിക്കുന്നത് ഷോൺ എന്നാണ്. അങ്ങനെ അവർ തമ്മിൽ ആ ബസ്സിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഒരു ചൈനക്കാരൻ അങ്ങോട്ട് വരുന്നത്. അയാളുടെ നോട്ടം അവന്റെ കഴുത്തിൽ കിടക്കുന്ന അവന്റെ അമ്മ കൊടുത്ത മാലയിലേക്കാണ്. ആ മാല ഉടനെ എനിക്ക് ഊരിത്തരണം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഷാങ്ചി ഇത് കൊടുക്കുന്നില്ല. അതിനെ തുടർന്ന് അയാളുടെ കൂട്ടാളികളും വന്നിട്ട് ഷാങ്ചിയെ പിടിച്ചു. മാത്രമല്ല ആ ലീഡർ ഇപ്പൊ കേറ്റി ഉപദ്രവിക്കുകയും ചെയ്തു. അവനെ പിടിച്ചതുകൊണ്ട് അവനൊരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ കേറ്റി അയാൾ ഉപദ്രവിച്ചപ്പോൾ അവനത് സഹിച്ചില്ല. അവനായിക്കിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ അയാൾ പുറകിലേക്ക് തെറിച്ചു വീണു. ഇതൊക്കെ കണ്ട് കേറ്റി ആണെങ്കിൽ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇവനൊരു പാവമാണ് എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് അവനൊരു പുലിയായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. പിന്നീട് ആ ബസ്സിൽ വെച്ച് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ്. അങ്ങനെ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ ബസ്സിലിരിക്കുന്ന ഒരു താടിക്കാരൻ ഇതൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യൂസ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഷാങ്ചി എല്ലാത്തിനും ഇടിച്ചിട്ടു. എന്നാൽ ഈ സമയത്താണ് ബസ്സിന്റെ പുറകിലിരുന്ന ഒരു ജിമ്മൻ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. അയാൾക്ക് വലത്തെ കൈയില്ല, അവിടെ ഒരു വാളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അയാൾ ആ വാള് വെച്ചിട്ട് ഷാങ്ചിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഫൈറ്റും കുറെ നേരം നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ബസ്സിന് ഒരുപാട് ഡാമേജും പറ്റി. മാത്രമല്ല ആ ബസ്സിന്റെ ഡ്രൈവർ ഇപ്പൊ കുഴഞ്ഞ് താഴേക്ക് വീണു. ബസ് ഇപ്പൊ കൺട്രോൾ കിട്ടാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ കേറ്റി വേഗം ചെന്നിട്ട് ആ ബസ്സിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ആ ജിമ്മൻ ഇപ്പൊ ഷാങ്ചിയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. നിനക്ക് മാത്രമല്ല പണി നിന്റെ പെങ്ങൾക്കും വരുന്നുണ്ടെന്ന്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഈ ഫൈറ്റ് അവസാനിക്കുമ്പോൾ ബസ്സിന്റെ പുറകുഭാഗം മുറിഞ്ഞ് പുറകിലേക്ക് തെറിച്ചു പോവാണ്. ആ പുറകുഭാഗത്തായിരുന്നു ആ ജിമ്മൻ ഉണ്ടായിരുന്നത്. പെങ്ങനെയൊക്കെയാണ് കേറ്റ് ആ ബസ് അവിടെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ ആ ബസ്സൊക്കെ അവിടെ നിർത്തിയതിനു ശേഷം ഷാങ്ചി നോക്കുമ്പോൾ അവന്റെ കഴുത്തിൽ ആ മാല കാണുന്നില്ല. അത് പൊള്ളത് ആ ജിമ്മന്റെ കയ്യിലാണ്. അയാളെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വേറെ ചില ആൾക്കാർ ഇപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഷാങ്ചിക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ അടുത്തായിട്ട് പോകാൻ പോകുന്നത് അവന്റെ അനിയത്തിയുടെ അടുത്തേക്കാണെന്ന്. അങ്ങനെ അവൻ ഉടനെ തന്നെ അവന്റെ റൂമിലേക്ക് വന്നു. എന്നിട്ട് അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും കേറ്റി അവിടേക്ക് എത്തി. അവളിപ്പോൾ അവനോട് ചോദിക്കുന്നത്, സത്യം പറ, നീ ആരാണ്, എന്താണ് നിന്റെ കഥ? അതെല്ലാം കേൾക്കുമ്പോൾ അവൻ പറയുന്നത്, എന്റെ കഥ പറയാനൊന്നും ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ കാർഡുണ്ടല്ലോ, ആ ഡ്രാഗന്റെ ചിത്രമുള്ള, അവൻ അത് ഇങ്ങെടുത്തു. എന്നിട്ട് അത് അവളെ കാണിച്ചിട്ട് ഒരു കാര്യം പറയാണ്. എനിക്കൊരു അനിയത്തിയുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ അയച്ച കാർഡാണിത്. ഇതിന്റെ പുറകിലത്തെ അഡ്രസ്സ് കണ്ടില്ലേ, ചൈനയിലെ അഡ്രസ്സ്. ഇത് അവളുടെ അഡ്രസ്സ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ എന്റെ അച്ഛൻ അയച്ച ആൾക്കാരാണ്. അവർക്കിപ്പോൾ എന്റെ ആ മാല കിട്ടി. ഇനി അടുത്തതായിട്ട് അവരെന്റെ സിസ്റ്ററുടെ അടുത്തേക്കായിരിക്കും പോവുക. കാരണം അവളുടെ കഴുത്തിലും എന്റെ കഴുത്തിലുള്ളതുപോലെ ഒരു മാലയുണ്ട്. അതെനിക്ക് തടഞ്ഞേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. നിന്റെ കഥ നീ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവള് വേഗം അവളുടെ സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ചൈനയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അവൻ അവന്റെ കഥ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഷാങ്ചിക്ക് 10 വയസ്സായപ്പോഴാണ് അവന്റെ അമ്മ മരിച്ചത്. ഈ ചിയുവിന്റെ ചില ശത്രുക്കൾ അവളെ കൊന്നു കളഞ്ഞാണ്. അവന്റെ ആ പ്രായത്തിൽ തന്നെ ഇവൻ അനിയത്തിയുണ്ട്. അവളുടെ പേര് സുഷാലിംഗ് എന്നാണ്. അങ്ങനെ ഒരു ദിവസം അവന്റെ അച്ഛൻ അവനെ ട്രെയിനിങ്ങിന് വിളിച്ചോണ്ട് പോയി. ഈ പ്രായത്തിൽ തന്നെ. എന്നാൽ ചെറിയ ട്രെയിനിങ് അല്ല, നല്ല കഠിനമായ ട്രെയിനിങ്. പക്ഷെ സുഷാലിംഗിനെ മാത്രം അയാൾ ഒഴിവാക്കി. അങ്ങനെ വർഷങ്ങളോളം അവരവനെ ട്രെയിൻ ചെയ്തു. ഇതെല്ലാം സുഷാലിംഗ് ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെ അച്ഛൻ തന്നെ ട്രെയിൻ ചെയ്യിക്കാത്തതിന് അവൾക്ക് നല്ല വിഷമമുണ്ട്. എങ്കിലും അവൾ വിട്ടുകൊടുത്തില്ല. ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവൾ ഒളിച്ചു നിന്ന് കണ്ടു. എന്നിട്ട് സ്വയം ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 4 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം 14ാമത്തെ വയസ്സിൽ അവന്റെ അച്ഛൻ അവനൊരു അസൈൻമെന്റ് ഏൽപ്പിക്കുകയാണ്. അതായത് ഇവന്റെ അമ്മയെ കൊന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടി. അതിനുവേണ്ടി അയാൾ ഒരു കത്തി അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നാൽ ആ ഒരു അസൈൻമെന്റിന് പോയവൻ പിന്നീട് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോയില്ല. അവൻ നേരെ അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അവൻ ഇത്രയും വർഷമായിട്ട് അമേരിക്കയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു കഥയാണ് അവനിപ്പോൾ കേറ്റിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പം അവർ ചൈനയിലേക്ക് എത്തി. ആ അഡ്രസ്സ് പ്രകാരം പണി നടക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ അടുത്തേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ ഒരാളിപ്പം അവർ രണ്ടുപേരും ഒരു ലിഫ്റ്റിൽ കയറ്റിയിട്ട് ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ആ ലിഫ്റ്റ് തുറക്കുമ്പോൾ വേറൊരുത്തൻ അവരെ റിസീവ് ചെയ്യാൻ വന്നു. ഇപ്പോൾ വന്നവനുണ്ടല്ലോ, അവൻ ഈ ഷാങ്ചിയുടെ വലിയൊരു ഫാനാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ആ ബസ്സിൽ കടന്ന് ഫൈറ്റ് ചെയ്തില്ലേ, അത് യൂട്യൂബിൽ ഇപ്പോൾ വല്ലാണ്ട് വൈറലായിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാളിപ്പോൾ ഷാങ്ചിയെ കുറിച്ച് അറിഞ്ഞത്. ആ കാര്യമൊക്കെ അയാളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ആ ബിൽഡിങ്ങിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാളിപ്പോൾ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ പലയിടങ്ങളിലായിട്ട് കുറെ കേജുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഫൈറ്റിംഗ് ആണ് നടക്കുന്നത്. ഈ ഫൈറ്റിംഗ് ഒക്കെ ഇവർ ഷൂട്ട് ചെയ്തിട്ട് ബ്ലാക്ക് മാർക്കറ്റിലിടും. എന്നിട്ട് ആരാണ് ജയിക്കുന്നത് എന്നതിന് ബെറ്റ് ചെയ്തിട്ട് അവർ കുറെ കാശുണ്ടാക്കും. അതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റിംഗ് ഒക്കെ നോക്കി നടക്കുമ്പോഴാണ് അവൻ കുറച്ച് അപ്പുറത്ത് നടക്കുന്ന ഒരു ഫൈറ്റ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വോങ് ആണ്. അയാളിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതോ ഒരു ഭീകര ജീവിയുമായിട്ട്. ആ ഭീകര രൂപം ഇപ്പൊ വോങ്ങിനിട്ടൊരു ഇടി കൊടുത്തു. അത് അവനെ നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോങ് പറയുന്നത്, നീ ഇപ്പം എന്നെ ഇടിച്ചത് എനിക്ക് എത്രമാത്രം വേദനിച്ചു എന്ന് നിനക്കറിയോ, അത് ഞാൻ നിനക്ക് തന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ 2 പോർട്ടൽ ഓപ്പൺ ആക്കി. അതിനെ തുടർന്ന് ആ ജീവിയാണെങ്കിൽ പിന്നെ അവൻ ഇടിച്ചു.
എന്നാൽ ആ ഇടിച്ച സമയത്ത് അയാളുടെ ആ കൈ ഒരു പോർട്ടലിലൂടെ കയറിയിട്ട് മറ്റേ പോർട്ടൽ വഴി അവന്റെ ദേഹത്തിനെയാണ് കൊള്ളുന്നത്. ഇപ്പൊ ആ വേദന എന്താണ് എന്ന കാര്യം ശരിക്കും ആ ജീവി അറിഞ്ഞു. അങ്ങനെ ഈ ഒരു ഫൈറ്റിൽ വോങ് ആണ് ജയിക്കുന്നത്. അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അയാൾ ഇപ്പൊ ഷാങ്ചിയുടെ അടുത്ത് പറയുന്നത്, ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ കുറവുണ്ട്, ആ കുറവ് നീ നികത്തണം, അതുകൊണ്ട് പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കോ, എന്നിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം നിന്റെ അനിയത്തിയെ ഞാൻ കണ്ടെത്തി തരാം എന്നാണ് അയാൾ പറയുന്നത്. ആദ്യമൊന്നും അതിന് സമ്മതിക്കത്തില്ലെങ്കിലും അയാളെങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവൻ ഫൈറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അതിനെ തുടർന്ന് അവനൊരു കൂട്ടിലേക്ക് ആക്കുകയാണ്. അങ്ങനെ അവൻ ആ കൂട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആളങ്ങോട്ട് വന്നു. അയാളെ കാണുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് അവന്റെ അനിയത്തിയായിരുന്നു. എന്നാൽ അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ല. അവൾ വന്ന ഉടനെ തന്നെ അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. തന്റെ അനിയത്തി ആയതുകൊണ്ട് തന്നെ അവൻ തിരിച്ചൊന്നും ചെയ്യുന്നുമില്ല. അവളാണെങ്കിൽ നല്ല ഇടി അവനിട്ട് ഇടിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവനോട് വല്ലാത്തൊരു ദേഷ്യമാണ്. അന്ന് 14ാമത്തെ വയസ്സിൽ അവൻ വീട് വിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അന്ന് പോവാൻ നേരത്ത് ഇവന്റെ അനിയത്തി ഇവന്റെ അടുത്തുണ്ടായിരുന്നു. അന്ന് അവളോട് അവൻ പറഞ്ഞത് ഞാൻ 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നാണ്. എന്നാൽ അവൻ തിരിച്ചു വന്നില്ല. പിന്നീട് ഇത്രയും വർഷം അവൾ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചത്. ആ ഒരു ദേഷ്യമാണ് അവൾക്കിപ്പോൾ അവനോട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവനെ ഇടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാങ്ചി ഇപ്പം അവരുടെ ഓഫീസിലിരിക്കുകയാണ്. ഈ സമയം അവന്റെ അനിയത്തി അവിടെയുണ്ട്. ഇപ്പോഴാണ് അവൻ്റെ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഒരു സ്ഥാപനം നടത്തുന്നത് ഇവന്റെ അനിയത്തിയാണ്. അങ്ങനെ അവൻ അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു. അതായത് അവളുടെ ആ ലോക്കറ്റിന് വേണ്ടി അവന്മാർ വരുന്നുണ്ടെന്ന്. അതേക്ക് അവള് പറയുന്നത്, നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമാണ് എന്നോട്, അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം നീ എവിടെയായിരുന്നു, ഇനി എന്നെ നോക്കാൻ എനിക്കറിയാം എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോൾ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യമാണെങ്കിൽ പിന്നെ നീ എനിക്ക് എന്തിനാണ് ആ കാർഡ് അയച്ചത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ കാർഡ് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ അയച്ചതല്ല എന്നാണ് അവള് പറയുന്നത്. അവളത് പറഞ്ഞു തീർന്നതും അവിടെ ഒരു അലാറം അടിച്ചു. അത് ആ 10 റിങ്സിലെ ആൾക്കാരായിരുന്നു. അമ്മാരങ്ങോട്ട് വരുന്നത് കണ്ടതും ഷാങ്ചി വേഗം അവിടുത്തെ ഒരു ചില്ല് തകർത്തു. എന്നിട്ട് വേഗം കേറ്റിയും പിടിച്ച് അതിന്റെ സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അമ്മാർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു കിടിലൻ ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ ഒരാളിപ്പോൾ കേറ്റിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവൾ താഴേക്ക് വീണു വന്നത്. പക്ഷെ അവൾക്കൊരു മുളയിൽ പിടുത്തം കിട്ടി. അവൾക്ക് അധികം നേരം അതിലിങ്ങനെ തൂങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ഷാങ്ചി ഉറക്കെ വിളിക്കുകയാണ്. അത് കണ്ടതും ഷാങ്ചി വളരെ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവൾ വീഴുന്നതിന് മുമ്പ് അവൻ അവളെ പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ഒരുത്തൻ വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. അതോടുകൂടെ അവൾ താഴേക്ക് വീണു. എന്നാൽ അവൾ നേരെ താഴേക്ക് വീഴുമ്പോഴാണ് പെട്ടെന്ന് സുഷാലിംഗ് വന്നിട്ട് അവളെ പിടിക്കുന്നത്. എന്നിട്ട് അവളെ സേഫ് ആക്കിയതിന് ശേഷം അവൾ വേഗം മുകളിലേക്ക് കയറി. എന്നിട്ട് ഷാങ്ചിയുടെ അടുത്തേക്ക് നിന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ഒരുത്തൻ വന്നിട്ട് സുഷാലിങ്ങിനെ മാല പൊട്ടിക്കുന്നത്. എന്നിട്ട് വേഗം അവൻ അതുമായിട്ട് ഓടിപ്പോയി. അത് കണ്ടതും ഷാങ്ചി അവന്റെ പുറകെ പോവാണ്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഷാങ്ചി അവനെ പിടിച്ചു. പിന്നീട് കാണിക്കുന്നത് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഇപ്പൊ ഇവന് ഈ ഫൈറ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ഇയാളാണ് ഇവനെ ട്രെയിൻ ചെയ്യിച്ചത്. അങ്ങനെ കുറെ സമയത്തെ ഫൈറ്റിന് ശേഷം അവനൊരു കത്തി വെച്ചിട്ട് അയാളെ കുത്താൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അയാളുടെ റിങ്സ് വെച്ചിട്ട് അവന്റെ കയ്യിലെ കത്തി അങ്ങോട്ട് തെറിപ്പിച്ചു കളഞ്ഞു. ഈ സമയം മറ്റവൻ അവിടെ നിന്ന് എഴുന്നിട്ടിട്ട് അവന്റെ കയ്യിലുള്ള മാല എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ 2 മാലകളും ഇപ്പൊ ചിയുവിന്റെ കയ്യിൽ കിട്ടി. ഇപ്പൊ അയാൾ നേരെ ഷാങ്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, കുറെ കാലമായില്ലേ നീ എന്നെ വിട്ട് പോയിട്ട്, ഇനി നീ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണ്ട, ഇനി എന്റെ കൂടെ വീട്ടിലേക്ക് പോരെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെയും കൂട്ടി അയാളുടെ ആ കോട്ടയിലേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം ലേഡീസിനെ അയാളിപ്പം ഒരു റൂമിലേക്ക് ആക്കി. അതായത് അയാളുടെ മകളായ സുഷാലിങ്ങിനെയും കേറ്റിനെയും. ആ റൂമിലിരിക്കുന്ന സമയത്ത് കേറ്റ് ഇപ്പൊ സുഷാലിങ്ങിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. നിന്റെ അച്ഛൻ എന്തൊരു സംഭവമാണോ, നീ അയാൾ നമ്മളെങ്ങാനും കൊല്ലാൻ വരുമോ? കൊല്ലത്തൊന്നുമില്ല, അച്ഛനെ കാണുമ്പോൾ ഒരക്ഷരം സംസാരിക്കാതെ മിണ്ടാതെ നിന്നാ മതി. കുറെ വർഷം ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത് എന്നാണ് സുഷാലിംഗ് പറയുന്നത്. അതേക്കുമ്പോ കുറെ വർഷമോ? അതേ കേറ്റ്, എന്റെ അമ്മ മരിച്ചേ പിന്നെ ഞാൻ ആരോടും ഒന്നും സംസാരിക്കാറില്ലായിരുന്നു. എന്നെ കാണുമ്പോൾ അച്ഛൻ അമ്മയെ ഓർമ്മ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അച്ഛൻ എന്റെ അടുത്തേക്ക് വന്നതേയില്ല. മാത്രമല്ല ആണുങ്ങളുടെ കൂടെ പരിശീലനത്തിന് എന്നെ അദ്ദേഹം കൂട്ടിയതുമില്ല. എങ്കിലും പരിശീലനമൊക്കെ ഞാൻ ഒളിച്ചു നിന്ന് കണ്ടു. ഇപ്പൊ ഇവിടെയുള്ള എല്ലാരെക്കാളും നന്നായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. അങ്ങനെ ചേട്ടൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം പിന്നീട് തിരിച്ചു വരത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം 16ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ ആ ഫൈറ്റിംഗ് ക്ലബ്ബ് തുടങ്ങിയത്. ഈ ഒരു കാര്യമാണ് സുഷാലിംഗ് ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. ഇതേസമയം തന്നെ ഷാങ്ചി ആണെങ്കിൽ അവൻ്റെ ആ വീട്ടിൻ്റെ ഉൾഭാഗത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവൻ പണ്ട് ട്രെയിൻ ചെയ്ത കാര്യമൊക്കെ അവൻ ഓർമ്മ വരുന്നുണ്ട്. ഒരു ദിവസം അവൻ അവിടുത്തെ മരത്തിനിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ നന്നായിട്ട് ചോര വരുന്നുണ്ട്. ഈ സമയത്താണ് അവൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് അവനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അയാളിപ്പം അവൻ്റെ കയ്യിൽ ആ ചോരയൊക്കെ തുടച്ചു കൊടുത്തു. അതിനിടയിൽ അവൻ നോക്കുന്നത് അയാളുടെ കയ്യിലുള്ള റിങ്ങിലേക്കാണ്. അത് കാണുമ്പോൾ, നീ ഈ റിങ് ആഗ്രഹിക്കുന്നുണ്ടല്ലേ, ഇത് നിനക്കുള്ളത് തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഈ റിങ് വായിക്കാൻ നീ ശക്തനാണ് എന്ന് നീ എന്നെ തെളിയിച്ച് കാണിക്കണം. ആ സമയത്തെ ഈ റിങ് എനിക്ക് നിനക്ക് തരാൻ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. ഇത്രയും കാര്യമാണ് അവന് ഓർക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാളിപ്പോൾ അയാളുടെ സ്റ്റോറി കേറ്റിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ലീയുമായിട്ട് പ്രണയത്തിലായതിനു ശേഷം അയാൾ അവളെയും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. അവളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അയാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത്, അവളുടെ ശക്തിയും അവളുടെ ഗ്രാമത്തെയും. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി അയാൾ അയാളുടെ കയ്യിലുള്ള റിങ് ഉപേക്ഷിച്ചു. അയാൾ അതെല്ലാം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു ജീവിതമാണ് പിന്നീട് അവർ നയിച്ചത്. അതിനിടയിൽ അവർക്ക് 2 കുട്ടികൾ ജനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലീ മരിച്ചു പോകുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഇപ്പോൾ അവരെയും കൂട്ടി ഒരു റൂമിൻ്റെ അകത്തേക്ക് പോവാണ്.
ആ റൂമിൽ കുറെ റിസർച്ചും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതായത് ലീയുടെ ഗ്രാമത്തെക്കുറിച്ച്. ഇതുവരെയായിട്ടും അയാൾ ആ ഗ്രാമത്തിലേക്ക് പോയിട്ടില്ല. അയാളിപ്പോൾ ആ ഗ്രാമത്തിനെ കുറിച്ച് അയാൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ ഗ്രാമത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു രഹസ്യ വഴിയുണ്ട്. പക്ഷെ അവിടുത്തെ ആൾക്കാർ അത് മറച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ നിങ്ങൾ അറിയാത്ത ഒരു സത്യം കൂടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അമ്മ മരിച്ചിട്ടില്ല. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ അവളെ അവിടെ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവള് തന്നെ എന്റെ ചെവിയിൽ അത് വന്ന് പറയും, അവളെ സഹായിക്കണമെന്ന്. അത്രയും പറഞ്ഞിട്ട് അയാളിപ്പോൾ അവരെയും കൂട്ടി വേറെ റൂമിലേക്ക് പോവാണ്. അവിടെ ഒരു ഡ്രാഗന്റെ പ്രതിമയുണ്ട്. അയാളുടെ കയ്യിലുള്ള ആ 2 മാലകൾ ഉണ്ടല്ലോ, അതിലെ 2 ലോക്കറ്റുകളും ആ ഡ്രാഗന്റെ കണ്ണിന്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചു. അതോടുകൂടെ പെട്ടെന്നൊരു പൊട്ടിത്തെറി നടന്നു. അതിൽ നിന്ന് കുറെ വെള്ളമാണ് അങ്ങോട്ട് ചാടുന്നത്. അങ്ങനെ ആ വെള്ളമൊക്കെ ഇപ്പൊ താഴേക്ക് വീണു. അതിനെ തുറന്ന് അതൊക്കെ ഒരു വെളുത്ത പുല്ല് പോലെയായിട്ട് മാറുകയാണ്. മാത്രമല്ല അതിനിടയിലൂടെ വഴി പോലൊരു പ്രകാശവും കാണുന്നുണ്ട്. നിങ്ങളിത് കണ്ടില്ലേ? ആ ഗ്രാമത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ചലിക്കുന്ന ഒരു മെയ്സാണ്. അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അവിടേക്ക് പ്രധാനപ്പെട്ട ഒരു വഴിയുണ്ട്. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കത്തുള്ളൂ. അതൊരു ഉത്സവത്തിന്റെ അന്നാണ്. പക്ഷെ ആ വഴി പോകണം എന്നുണ്ടെങ്കിൽ ആ വഴിയും കണ്ടെത്തണം, അത് തുറക്കുന്ന സമയം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് രണ്ടും ഞാനിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ അങ്ങോട്ട് പോയിട്ട് നിങ്ങളുടെ അമ്മയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ പിടിച്ചോണ്ട് വന്നത് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഷാങ്ചി അതിന് സമ്മതിക്കുന്നില്ല. അവനിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അവന്റെ അമ്മ മരിച്ചുപോയി തന്നെയാണ്. ഈ ഒരു പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന ചിയുവിനാണ് ശരിക്കും ദേഷ്യം വന്നു. അയാൾ ഉടനെ തന്നെ ഷാങ്ചിയെ പിടിച്ചിട്ട് അയാളുടെ ആ പടയാളികൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതിനെ എതിർക്കാൻ വരുന്ന അയാളുടെ മക്കളെയും അയാൾ പിടിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഇവരെ 2 പേരെയും തടവിലാക്കാനാണ് അയാൾ ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ അവരെ തടവിലാക്കിയതിനു ശേഷം ചിയു ഇപ്പം അവന്റെ റൂമിലിരിക്കുകയാണ്. ഈ സമയവും അയാൾക്ക് അയാളുടെ ഭാര്യയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? അധികം വൈകാതെ തന്നെ നമുക്ക് ഒരുമിക്കാൻ സാധിക്കും എന്നിങ്ങനെ അവൾ പറയുന്ന ശബ്ദമാണ് അയാൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം തന്നെ ഷാങ്ചിയും കൂട്ടരും ഇപ്പൊ അവിടുത്തെ ആ ജയിലിന്റെ അകത്താണ്. ഷാങ്ചിയുടെ കൂടെ അവന്റെ അനിയത്തിയുണ്ട്, പിന്നെ കേറ്റും ഉണ്ട്. ഈ സമയത്താണ് ഷാങ്ചി അവരുടെ അടുത്തൊരു കാര്യം പറയുന്നത്. കുട്ടിക്കാലത്ത് അമ്മയുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മറ്റൊരു ഡയമെൻഷനിലുള്ള ഒരു സ്ഥലമാണ്, വിചിത്രമായ ജീവികളുള്ള ഒരു സ്ഥലം. പക്ഷെ അതൊക്കെ ഞാൻ കേട്ടപ്പം അതൊരു കെട്ടുകഥയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് അച്ഛൻ അങ്ങോട്ടുള്ള വഴിയൊക്കെ കാണിച്ചെന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ ഒരു ഉറപ്പാണ്. അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും അച്ഛൻ കൊന്നുകളയും. പക്ഷെ എങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടും? അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് വേറൊരു റൂമാണ്. അതിനകത്ത് ഒരാളുണ്ട്. ഇവരങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ അയാളെ തന്നെ പരിചയപ്പെടുത്താണ്. അതായത് ഇയാളുടെ പേര് ട്രെവർ എന്നാണ്. ഇയാൾ പഴയ ഒരു ആക്ടറായിരുന്നു. ഒരിക്കലും ഈ ചിയുവിനെ അനുകരിച്ചതിന് ചിയും ടീമും അയാൾ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇയാൾക്കൊരു പെറ്റുണ്ട്. മുഖമില്ലാത്തൊരു ജീവിയാണത്. അതിന് ചിറകുകളുണ്ട്. ഏത് സമയം അതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. എന്നാൽ ആ മൂളുന്നത് അത് സംസാരിക്കുന്നതാണ്. ആ ഒരു സംസാരം ട്രെവറിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ ഷാങ്ചിയെ കണ്ടപ്പം ആ ജീവി അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് അവനെ സ്നേഹിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവനൊന്നും മനസ്സിലാവുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിയുടെ യഥാർത്ഥ സ്ഥലം അവന്റെ അമ്മയുടെ ആ ഗ്രാമമാണ്. ഇപ്പൊ ഇവൻ ലീയുടെ മകനാണ് എന്ന കാര്യം ആ ജീവിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അതിപ്പോ സ്നേഹം കാണിക്കുന്നത്. അങ്ങനെ അവനെ ഒന്ന് സ്നേഹിച്ചതിന് ശേഷം അത് തിരിച്ച് ട്രെവറിന്റെ അടുത്തേക്ക് തന്നെ വന്നു. എന്നിട്ട് അയാളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. അത് പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം അയാൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ഈ ജീവിക്ക് ഇതിന്റെ പേര് മോറിസ് എന്നാണ്. അതിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഇവനെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങോട്ടുള്ള വഴി, അതായത് ആ അനങ്ങുന്ന മേസിലൂടെയുള്ള വഴി ഇവൻ കാണിച്ചു തരും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു തീരുമ്പോഴാണ് സുഷാലിങ് അങ്ങോട്ട് വരുന്നത്. ഇവർ ഈ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വഴി വല്ലതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അവളിപ്പോൾ അവിടുത്തെ ഗ്യാരേജിലേക്ക് ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ ഗ്യാരേജിലേക്ക് എത്തി. അതിനുശേഷം അവിടുന്ന് ഒരു കാർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിച്ചു പോവാണ്. എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നു. അതിനെ തുടർന്ന് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം എല്ലാത്തിനും ഇടിച്ചിട്ടിട്ട് അവർ വേഗം തന്നെ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ കാട്ടിന് മുമ്പിലെത്തി. ഇതാണ് ആ അനങ്ങുന്ന മെയ്സ്. ഇനി ഇതിന്റെ അകത്തൂടെ പോയാലാണ് അവർക്ക് ആ ഗ്രാമത്തിലെത്താൻ സാധിക്കുക. അങ്ങനെ ഉടനെ തന്നെ മോറിസ് പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം അവർ ആ കാട്ടിലൂടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. സെക്കൻഡുകൾ കൊണ്ടാണ് ആ കാട്ടിലെ മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അത് ഇവർ വിചാരിക്കാത്ത ഡയറക്ഷനിൽ. പക്ഷെ മോറിസിന് ആ മെയ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം അറിയാം. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ആ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറെ നേരം ആ മെയ്സിലൂടെ യാത്ര ചെയ്തിട്ട് അവരിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിന് മുമ്പിലെത്തി. ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്നതാണ് ആ ഗ്രാമത്തിലേക്കുള്ള വാതിൽ. അവർ വേഗം അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു പോർട്ടൽ പോലെയായിരുന്നു. അങ്ങനെ ആ വെള്ളത്തിന്റെ പോർട്ടൽ വഴി അവരപ്പുറത്തേക്ക് എത്തി. എന്നിട്ട് കുറെ കൂടെ മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ അവർ ആ മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടു. അതാണ് ലീഡ ഗ്രാമം. ഇപ്പൊ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ വിചിത്രമായ പല മൃഗങ്ങളെ അവർ കാണുന്നുണ്ട്. ആ കൂട്ടത്തില് മോറിസിന്റെ വർഗത്തിലുള്ള ആ ജീവികളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ നോക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വലിയൊരു കുതിര അങ്ങോട്ട് വരുന്നത്. വളരെ വിചിത്രമായ ഒരു ജീവിയായിരുന്നു അത്. അതിന്റെ കൂടെ അതിന് ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ ആ ജീവികളൊക്കെ അവിടുന്ന് പാസ് ചെയ്തു പോയി. അതിനെ തുടർന്ന് അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അവരിപ്പം ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ അടുത്തെത്തി. ഇവരങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും അവിടെ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഷാങ്ചിയും കൂട്ടരും അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരെ പരിചയപ്പെടുത്താണ്. എന്നാൽ അവരാരും തന്നെ ഷാങ്ചിയും കൂട്ടരെയും സ്വീകരിക്കുന്നില്ല. അവരിപ്പോ ഇവർക്കെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്.
എന്നാൽ ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് നാൻ എന്നാണ്. ഷാങ്ചിയുടെ അമ്മയായ ലീ ഉണ്ടല്ലോ, അവളുടെ സിസ്റ്ററാണ് അവള്. ഇവരെ കണ്ടപ്പോൾ തന്നെ അത് ലീയുടെ മക്കളാണ് എന്ന കാര്യം നാനിന് മനസ്സിലായി. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ അവളിപ്പോൾ അവരെ സ്വീകരിക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഷാങ്ചി ഇപ്പം വന്ന കാര്യം പറയാണ്. അതായത് അവന്റെ അച്ഛൻ ഉടനെ തന്നെ ഒരു യുദ്ധത്തിനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന്. അത് കേട്ടതും ഞാൻ അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെയുള്ള ഒരു കായലിന്റെ അടുത്തേക്കാണ്. ആ കായലിന്റെ അപ്പുറത്തായിട്ട് ഒരു വലിയ മലയുണ്ട്. ആ മലയിലായിട്ടൊരു കവാടം. നിങ്ങൾ ആ കവാടം കണ്ടില്ലേ? അതിനകത്ത് ഒരു ഭീകര ജീവിയുണ്ട്. ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ ആ ജീവിക്ക് കാവൽ നിൽക്കുകയാണ്. അത് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകവും നശിപ്പിക്കും, നിങ്ങളുടെ ലോകവും നശിപ്പിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് കാവൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഷാങ്ചി ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് എന്റെ അമ്മയല്ലേ? അച്ഛൻ വിചാരിച്ചിരിക്കുന്ന അങ്ങനെയാണ്, അതുകൊണ്ട് ആ കവാടം തുറക്കാനാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് എന്നാണ് ഷാങ്ചി പറയുന്നത്. അവൻ അത് പറയുമ്പോൾ, അപ്പൊ ഇപ്പോഴും നിന്റെ അച്ഛന്റെ കയ്യിൽ ആ 10 റിങ്സ് ഉണ്ടല്ലേ, എന്നാൽ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അവൾ അവരെയും വിളിച്ചുകൊണ്ട് വേറൊരു ഭാഗത്തേക്ക് പോവാണ്. ആ ഗ്രാമത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഒരു ഭാഗത്തായിട്ട് കുറെ പ്രതിമകളുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ടാണ് അവൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ടാലോ എന്ന് പറയുന്ന ഈ സ്ഥലം ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ അപ്പുറത്തേക്കും കൂടെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ചില നഗരങ്ങള് നിങ്ങളുടെ ലോകത്തിലെ ഏത് നഗരത്തെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ആളുകളെല്ലാം വളരെ സമാധാനത്തോടെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെയാണ് ഡ്വെല്ലർ എന്ന് പറയുന്ന ഒരു ഭീകര ജീവിയും അതിന്റെ ആർമിയും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നത്. നിങ്ങൾ കണ്ടില്ലേ ആ ഡ്രാഗണെ പോലെ ഇരിക്കുന്ന ജീവികൾ? അതാണ് ഡ്വെല്ലറിന്റെ ഗ്യാങ്. അവർ ചെയ്യുന്നത് കാണുന്ന എല്ലാവരുടെയും ആത്മാവിനെ വിഴുങ്ങും. ഓരോ ആത്മാവിനെ വിഴുങ്ങും തോറും അവറ്റകൾ കൂടുതൽ ശക്തരായിട്ട് മാറി. അങ്ങനെ ഞങ്ങളുടെ സിറ്റികളെല്ലാം ആ ജീവികളെ നശിപ്പിച്ചു. അതിനുശേഷം അവർ നോട്ടമിട്ടത് നിങ്ങളുടെ ലോകത്തെയാണ്. അങ്ങനെ അവറ്റകൾ ഒരു പോർട്ടൽ വഴി നിങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങളുടെ കുറെ കൂടെ ആൾക്കാർ വന്നിട്ട് അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്തത്. പക്ഷെ അവർക്കും ആ ജീവികളെ തടയാൻ പറ്റിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങളുടെ ദൈവം ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ വന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ ഡ്രാഗന്റെ സഹായത്തോടെ ബാക്കിയുള്ള എല്ലാവരും ചേർന്നിട്ട് ഡ്വെല്ലറിനെ അതിന്റെ ബാക്കിയുള്ള സൈന്യത്തിനെയും ആ മലയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ കവാടം ക്ലോസ് ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങളുടെ ആ ഗ്രേറ്റ് പ്രൊട്ടക്ടർ തന്ന ശക്തി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ആൾക്കാർ ആ കവാടത്തിന് കാവൽ നിൽക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾ അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരുടെ ആയുധപ്പുരയിലേക്കാണ്. ഈ സമയം അവിടെ ആൾക്കാർ അവരുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഡ്രാഗന്റെ സ്കെയിൽ വെച്ചിട്ടാണ് അവർ ഓരോരോ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ച് ഒരൊറ്റ വെട്ടുവെട്ടിയാൽ മതി, അപ്പം തന്നെ സാധനങ്ങളെല്ലാം പൊടിഞ്ഞു പോകും. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ കവാടം തുറക്കാൻ ആദ്യമായിട്ട് വരുന്നത് നിങ്ങളുടെ അച്ഛനൊന്നുമല്ല. വേറെ ഒരുപാട് പേര് അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും പരാജയപ്പെട്ടു പോയതാണ്. പക്ഷെ അവരിങ്ങോട്ട് എത്തിയതിനൊരു കാരണമുണ്ട്. ആ കവാടത്തിനകത്തുള്ള ജീവികളുണ്ടല്ലോ, അവറ്റുകൾക്ക് പലരെയും മിമിക് ചെയ്യാൻ പറ്റും. അതായത് പല ആൾക്കാരുടെ ശബ്ദത്തിൽ അവർ സംസാരിക്കും. അങ്ങനെ ആ ശബ്ദം കേട്ടതിനെ തുറന്നിട്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ നിന്റെ അച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ നിന്റെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അമ്മയെ ഞങ്ങളുടെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നല്ലേ. എന്നാൽ അത് തെറ്റാണ്. ആ ജീവിയാണ് നിന്റെ അമ്മയുടെ ശബ്ദത്തിൽ നിന്റെ അച്ഛനോട് സംസാരിക്കുന്നത്. എന്നാൽ പുള്ളിക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നിന്റെ അച്ഛനെ ഇങ്ങോട്ട് അവരെ ആകർഷിക്കുന്നതിന്റെ കാരണം മറ്റൊന്നല്ല, നിന്റെ അച്ഛന്റെ കയ്യിൽ ആ 10 റിങ്സ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഡ്വെല്ലറിനെയും കൂട്ടർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒരു ലേഡി ഇപ്പൊ കേറ്റിനെയും വിളിച്ചുകൊണ്ട് അവിടെ അമ്പും വില്ലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്, അവളെ കൂടെ പഠിപ്പിക്കാൻ വേണ്ടി. ഇതേസമയം തന്നെ ഞാനാണെങ്കിൽ ഷാങ്ചി അവന്റെ സിസ്റ്ററേയും കൂട്ടിക്കൊണ്ട് പോകുന്നത് വേറൊരു റൂമിലേക്കാണ്. അവിടെ ഇവരുടെ അമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം അവൾ അവർക്ക് കൊടുക്കുകയാണ്. അത് 2 സ്യൂട്ടായിരുന്നു. അങ്ങനെ ആ സ്യൂട്ടുകൾ കൊടുത്തതിന് ശേഷം ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവരെ ട്രെയിൻ ചെയ്യിക്കാനാണ്. ഷാങ്ചിയെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഞാൻ തന്നെയാണ്. അവന്റെ അമ്മയുടെ ആ സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് അവളിപ്പോൾ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സമയം രാത്രി. ഷാങ്ചി ഇപ്പം അവന്റെ പഴയ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ്. അവനിപ്പോൾ ആലോചിക്കുന്നത് അവന്റെ അമ്മയെക്കുറിച്ചാണ്. അവൻ കുട്ടിക്കാലത്ത് അവന്റെ അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് അവന്റെ അച്ഛന്റെ ചില ശത്രുക്കൾ അങ്ങോട്ട് വരുന്നത്. ഈ സമയം അയാൾ അവിടെ ഇല്ല. ഈ ശത്രുക്കളെ പറയുന്നത് അയൺ ഗ്യാങ് എന്നാണ്. അവരിപ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് മനസ്സിലായതും ലീ കുട്ടികളുടെ അടുത്ത് അകത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവളിപ്പം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പിന്നീട് ഷാങ്ചി കാണുന്നത് അമ്മ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും അതിനെ തുടർന്ന് മരിച്ചു വീഴുന്നതുമാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ചിയോ അങ്ങോട്ട് എത്തി. അയാളിപ്പോൾ നോക്കുമ്പോൾ ആ കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. മരിച്ചു കിടക്കുന്ന ഭാര്യയെയും അവളുടെ അടുത്തിരുന്ന് കരയുന്ന തന്റെ മകനെയുമാണ് അയാൾ കാണുന്നത്. ഈ സംഭവത്തിന് ശേഷം അയാൾ വല്ലാണ്ട് തളർന്നുപോയി. മാത്രമല്ല ആ ഗ്യാങ്ങുമായിട്ട് അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ എടുത്തു വെച്ച റിങ്സ് ഒക്കെ അയാൾ തിരിച്ചിടുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം അയാൾ ഷാങ്ചിയും കൂട്ടി നേരെ അയൺ ഗ്യാങ്ങിന്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ചെന്ന ഉടനെ തന്നെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും പണി തീർത്തു. മാത്രമല്ല ആ സ്ഥലം മൊത്തം തല്ലി പൊളിക്കുന്നുണ്ട്. ഇതെല്ലാം അവന്റെ മുന്നിൽ വെച്ചിട്ടാണ് അയാളിപ്പോൾ ചെയ്യുന്നത്. അയാൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഇതൊക്കെ കണ്ട് അവന്റെ മനസ്സും കല്ലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ചോരയ്ക്ക് ചോര കൊണ്ട് തന്നെയാണ് പ്രതികാരം ചെയ്യേണ്ടത്. ഈ ഒരു കാര്യമാണ് അയാൾ അവൻ അതിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരുടെ പണിയൊക്കെ തീർത്തെങ്കിലും ഇവരുടെ മെയിൻ ബോസിനെ അയാൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഷാങ്ചിക്ക് 14ാമത്തെ വയസ്സാവുമ്പോൾ അയാൾ ആ കത്തിയെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു.
എന്നിട്ട് അയാൾ അവനോട് പറയുന്നത് ആ അയൺ ഗ്യാങ്ങിന്റെ ബോസിനെ കൊന്നുകളയാനാണ്. അതിനെ തുടർന്നാണ് അവനന്ന് വീട് വിട്ടുപോയത്. എന്നാൽ ആ മിഷൻ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവന് വല്ലാത്തൊരു കുറ്റബോധം. കാരണം താൻ ഇങ്ങനെ ഒരു അസാസിനാവുന്നത് ഒരിക്കലും തന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൻ പിന്നീട് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു വരാതിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ചിയോവും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന വിവരം ഇവർക്ക് കിട്ടി. അതിനെ തുടർന്ന് അവരൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ചിയോവും ഗ്യാങ്ങും അങ്ങോട്ട് എത്തി. ഇപ്പൊ അവരുടെ കൂട്ടത്തില് ഷാങ്ചി നിൽക്കുന്ന കാണുമ്പോൾ അയാൾ ചോദിക്കുന്നത് നിന്റെ അമ്മയെ പൂട്ടിയിട്ടവരെ തന്നെയാണോ നീ സഹായിക്കുന്നതെന്നാണ്. എന്നാൽ അതിന് മറുപടി പറയുന്നത് ഞാനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഭാര്യ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ആ കവാടത്തിന്റെ അപ്പുറത്തുള്ളത് ചില ഭീകര ജീവികളാണ്. അവറ്റകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവറ്റകൾ നിങ്ങളങ്ങോട്ട് വിളിച്ചത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്നാൽ അയാൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. അയാൾ ഉടനെ തന്നെ ആ യുദ്ധത്തിന് ഓർഡർ കൊടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു ഗംഭീര യുദ്ധമാണ്. അങ്ങനെ ആ ഫൈറ്റ് അവിടെ നടക്കുന്നതിനിടയിൽ ചിയു നേരെ പോകുന്നത് ലീയുടെ ആ ഫോട്ടോ വെച്ചിരിക്കുന്ന ആ റൂമിലേക്കാണ്. അയാൾ അവിടേക്ക് ചെന്നിട്ട് അവളുടെ ഫോട്ടോ നോക്കി എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. ഈ സമയത്താണ് ഷാങ്ചി അങ്ങോട്ട് വരുന്നത്. അവനിപ്പം അവന്റെ അച്ഛനെ തടയാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതും മനസ്സിലായതും അയാൾക്ക് വല്ലാതെ അങ്ങോട്ട് ദേഷ്യം വന്നു. അങ്ങനെ ഉടനെ തന്നെ അയാൾ തന്റെ മകനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ അയാൾ ഒറ്റയിടിക്ക് ഷാങ്ചിയെ തെറിപ്പിച്ചിട്ട് ആ വെള്ളത്തിന്റെ അടിയിലേക്ക് ഇട്ടു. പിന്നീട് അവൻ പൊങ്ങി വന്നില്ല. ഈ സമയത്താണ് ആ കവാടത്തിൽ നിന്നും അയാളുടെ ഭാര്യയുടെ ശബ്ദം കേൾക്കുന്നത്. അതിനെ തുറന്ന് അയാൾ ഒരൊറ്റ ചാട്ടം ചാടി. അങ്ങനെ നേരെ അയാൾ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ആ കവാടത്തിന് മുമ്പിലാണ്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം അയാൾ ആ കവാടം പൊളിക്കാൻ വേണ്ടി അതിനിട്ട് ഇടിക്കാൻ തുടങ്ങി. എന്നാൽ അയാളിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കുറെ ജീവികൾ വെളിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ ജീവികൾ നേരെ പോകുന്നത് ആ ഗ്രാമത്തിലേക്കാണ്. അവിടെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവറ്റകൾ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ചിയോന്റെ ആൾക്കാർക്കൊന്നും ആ ജീവിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ആയുധത്തിന് അവറ്റകളെ കൊല്ലാൻ പറ്റുന്നില്ല. എന്നാൽ നാന്റെ കയ്യിലുള്ള ആ ആയുധം വെച്ചിട്ട് ആ ജീവികളെ കൊല്ലാൻ പറ്റുന്നുണ്ട്. അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇവരുടെ കൂടെ നിന്നാലേ ശരിയാവും എന്ന കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്തിന് ഷാങ്ചി ആണെങ്കിൽ ആ വെള്ളത്തിന്റെ അടിയിലാണ്. ഈ സമയം അവൻ ഓർക്കുന്നത് അവന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. അതോടുകൂടെ അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ഈ സമയത്താണ് അവനൊരു കാര്യം കാണുന്നത്. ആ വെള്ളത്തിന്റെ അടിയിൽ നിന്നും ആ ഡ്രാഗൺ ഇപ്പം മുകളിലേക്ക് പൊങ്ങി വരാണ്. അങ്ങനെ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം പെട്ടെന്ന് ആ ഡ്രാഗൺ അവനെ എടുത്തുകൊണ്ട് നേരെ വെള്ളത്തിന് മുകളിലേക്ക് ചാടി. ഈ സമയം ആ കവാടത്തിൽ നിന്നും കുറേയേറെ ജീവികൾ പുറത്തേക്ക് വരുന്നുണ്ട്. കുറെ എണ്ണത്തിനൊക്കെ ആ ഡ്രാഗൺ പിടിച്ച് വിഴുങ്ങുകയും ചെയ്തു. എന്നാൽ ബാക്കി ചിലതൊക്കെ ആ വില്ലേജിലേക്ക് എത്തി. എന്നാൽ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ അവിടെ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടേക്ക് എത്തിയ കുറെ ജീവികളൊക്കെ ആ വില്ലേജിലെ ആൾക്കാരും കൊന്നു കളഞ്ഞു. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ആ ഡ്രാഗൺ ഷാങ്ചിയും കൊണ്ട് നേരെ പോകുന്നത് ആ കവാടത്തിന്റെ അടുത്തേക്കാണ്. അവന്റെ അച്ഛൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ആ കവാടം അങ്ങനെ പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് എത്തിയതും ഷാങ്ചി ഉടനെ തന്നെ ആ ഡ്രാഗന്റെ മുകളിൽ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്തു. അതിനുശേഷം അച്ഛനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ അവൻ നേരത്തെ പോലെയല്ല അങ്ങോട്ട് വന്നത്. അവനിപ്പം അവന്റെ അമ്മയുടെ അതേ പവറുകളുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവൻ അങ്ങനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് അയാളുടെ ഒരു കയ്യിലെ വളയങ്ങൾ അവന് നേർക്കെറിയുന്നത്. എന്നാൽ അത് കണ്ടത് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ കഴിവ് വെച്ച് ആ വളയങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഒരു അത്ഭുതം നടക്കുന്നത്. അവനങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം ആ വളയത്തിന്റെ കളർ മാറി. അതിപ്പം ഓറഞ്ച് കളറാണ്. മാത്രമല്ല ഇപ്പൊ അവൻ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഓറഞ്ച് വളയങ്ങളും അവന്റെ അച്ഛൻ ആ നീല വളയങ്ങളും വെച്ചിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ അയാൾ അവനിട്ടൊരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ അവൻ പുറകിലേക്ക് തെറിച്ചു വീണു. അവന്റെ പണി തീർന്നു എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അവന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. മാത്രമല്ല ഇപ്പൊ ആ 10 വളയങ്ങളും അവന്റെ കൺട്രോളിലാണ്. അവൻ അതെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അയാളുടെ കാൽച്ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. എനിക്കിത് വേണ്ടെന്നും പറഞ്ഞിട്ട്. ഇതെല്ലാം കാണുമ്പോൾ അപ്പൊ അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് നീ എന്തിനാണ് എന്നെ തടയാൻ നിൽക്കുന്നത്? ഞാൻ നിന്റെ അമ്മയെ രക്ഷിക്കാനല്ല ശ്രമിക്കുന്നത്. അതേക്ക് അവൻ പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും സന്തോഷിച്ചേനെ. ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതിനകത്ത് എന്റെ അമ്മയില്ല. ഇതിനകത്തുള്ളത് ഒരു ഭീകര ജീവിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പരിപാടിയൊക്കെ ഒന്ന് നിർത്ത്. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്നാൽ അവനത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് ആ ഭീകര ജീവി ആ കവാടവും പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അതങ്ങോട്ട് വന്ന ഉടനെ തന്നെ ചിയൂനും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. എന്നിട്ട് അയാളുടെ ശരീരത്തിൽ നിന്നും അയാളുടെ ആത്മാവിനെ വലിച്ചെടുക്കാൻ തുടങ്ങി. അത് കാണുന്ന ചിയു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ആ വളയങ്ങൾ ഷാങ്ചിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ വളയങ്ങളൊക്കെ ഷാങ്ചിയുടെ കയ്യിലേക്ക് കയറി കഴിഞ്ഞതും ആ ജീവിയാണെങ്കിൽ അയാളുടെ ആത്മാവിന് മൊത്തം വലിച്ചെടുത്തു. അതോടുകൂടെ അയാൾ മരിച്ച് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അയാളുടെ പണി തീർത്തിട്ട് ആ ജീവി നേരെ വരുന്നത് ഷാങ്ചിയുടെ അടുത്തേക്കാണ്. എന്നാൽ ഷാങ്ചിയുടെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ ഡ്രാഗൺ വന്നിട്ട് അതിന്റെ കഴുത്തിന് കടിക്കുകയാണ്. ഡ്രാഗന്റെ പുറത്തായിട്ട് ഷാങ്ചിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവറ്റകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനാ ഡ്രാഗനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ അത് വേഗം അവിടുന്ന് പറന്നു പോവാണ്. അങ്ങനെ അത് നേരെ പോകുന്നത് ആ ഗ്രാമത്തിലേക്കാണ്. ഇതെല്ലാം ഷാങ്ചിയും കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ഓടി ആ ഡ്രാഗന്റെ പുറത്തേക്ക് കയറി. അങ്ങനെ ഡ്രാഗൺ ആണെങ്കിൽ അവരെ 2 പേരെയും കൊണ്ട് ആ ജീവിയുടെ പുറകെ പോവാണ്. അങ്ങനെ ആ ജീവി ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഡ്രാഗൺ അങ്ങോട്ട് എത്തി. അതിപ്പോ താഴത്തെ വെള്ളം മുകളിലേക്ക് ഉയർത്തിയിട്ട് ആ ഡ്രാഗനെ മൊത്തം ഇങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ്. ആ ഡ്രാഗൺ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേണ്ടത്ര ശക്തിയില്ല. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ ഡ്രാഗന്റെ അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിൽ ചിലത് 2-3 ആൾക്കാരുടെ ആത്മാവിനെ എടുത്തിട്ട് ആ ഡ്രാഗന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അതോടുകൂടെ അത് കൂടുതൽ പവർഫുള്ളായി. അങ്ങനെ തന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ചതിന് ശേഷം ആ ജീവി വന്നിട്ട് ഡ്രാഗനെ പിടിച്ചു. അതോടുകൂടെ അതിന്റെ പുറത്തിരിക്കുന്ന ഷാങ്ചി അവന്റെ സിസ്റ്ററും നേരെ താഴേക്ക് വീണുവാണ്. പക്ഷെ എങ്കിലും അവർ ഡ്രാഗന്റെ ശരീരത്തിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ജീവി ഡ്രാഗനെ പിടിച്ചതിന് ശേഷം അതിന്റെ ആത്മാവിനെ വലിച്ചെടുക്കാൻ തുടങ്ങി. മാത്രമല്ല അത് അതിന്റെ വാല് വെച്ചിട്ട് ഷാങ്ചിയുടെ സിസ്റ്ററെയും പിടിച്ചു. അതിപ്പം അവളെ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാങ്ചി അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കഷ്ടപ്പെട്ടാണ് അവനവിടെ തൂങ്ങി നിൽക്കുന്നത്. ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ ഡ്രാഗൺ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും ആ ജീവിയെ ജയിക്കാനും പറ്റത്തില്ല. അങ്ങനെ ആ ജീവി ഡ്രാഗന്റെ ആത്മാവിനെ മൊത്തത്തിൽ അങ്ങോട്ട് വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു അമ്പ് വന്നിട്ട് ആ ജീവിയുടെ കഴുത്തിന് ഇറക്കുന്നത്. ആ അമ്പ് ചെയ്തത് മറ്റാരുമല്ല, അത് കേറ്റിയാണ്. അതോടുകൂടെ ആ ജീവി ഡ്രാഗനെ വിട്ടു. അങ്ങനെ ഡ്രാഗൺ വേഗം തന്നെ താഴേക്ക് പോകാൻ തുടങ്ങി. ആ ജീവി അതിന്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ താഴേക്ക് എത്തിയതും താഴത്തെ വെള്ളം വെച്ച് ഡ്രാഗൺ ആ ജീവിയെ വീണ്ടും ലോക്ക് ചെയ്യാണ്. ഈ ഒരു അവസരത്തിൽ ഡ്രാഗന്റെ മുകളിലിരിക്കുന്ന ഷാങ്ചി നേരെ ആ ജീവിയുടെ നേർക്ക് ചാടി. എന്നിട്ട് അവന്റെ കയ്യിലെ വളയങ്ങൾ ആ ജീവിയുടെ വായ്ക്കകത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് അതിന്റെ തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്തു. മാത്രമല്ല അവനിപ്പോൾ മുകളിലേക്ക് ഉയർന്നുപോയി. അങ്ങനെ മുകളിലേക്ക് എത്തിയതിനു ശേഷം അവൻ ആ റിങ്ങിനെ തിരിച്ചു വലിച്ചെടുക്കുകയാണ്. അതോടുകൂടെ വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. അതിൽപ്പെട്ട് ആ ജീവിയാണെങ്കിൽ പൂർണ്ണമായിട്ട് ചിതറിപ്പോയി. അങ്ങനെ ആ ജീവിയുടെ പണി തീർന്നതിന് ശേഷം ഡ്രാഗൺ അവരെ വളരെ സേഫ് ആയിട്ട് താഴേക്ക് കൊണ്ടിറക്കി. എന്നാൽ അവർ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ച അവരെ വല്ലാണ്ട് വിഷമിപ്പിച്ചു കളഞ്ഞു. കാരണം ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ ആ മരിച്ച ആൾക്കാരുടെ ഫ്യൂണറൽ നടത്തുകയാണ്. അതിനുവേണ്ടി കുറെ വിളക്കുകളൊക്കെ അവർ ആ പുഴയിൽ ഇങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് ഒഴുകി പോകുമ്പോൾ അതിനടിയിൽ നിന്നും ഡ്രാഗൺ മുകളിലേക്ക് വന്നു. എന്നിട്ട് അതിങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് വേഗം അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം ഷാങ്ചിയും കേറ്റും തിരിച്ച് അമേരിക്കയിലേക്ക് എത്തി. അവരിപ്പോൾ അവരുടെ 2 ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ട് ആ വോങ് അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് ഷാങ്ചി ആരാണെന്നാണ്. അത് കേട്ടതും ഷാങ്ചി കൈ വെക്കുകയും ചെയ്തു. ഈ സമയം വോങ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, നിന്റെ കയ്യിൽ ആ വളയങ്ങളുണ്ടല്ലോ, എങ്കിൽ എന്റെ കൂടെ വാ, നിന്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കോ എന്നും പറഞ്ഞിട്ട് അയാൾ ആ പോർട്ടലിന്റെ അകത്തേക്ക് കയറിപ്പോയി. അതിനെ തുറന്ന് ഷാങ്ചിയും കേറ്റിയും ആ പോർട്ടലിന്റെ അകത്തേക്ക് കയറാണ്. അങ്ങനെ വോങ്ങിന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അവൻ അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നത് ഷാങ്ചിയുടെ ആ റിങ്ങുകളാണ്. ഇപ്പൊ വോങ് മാത്രമല്ല, നമ്മുടെ ഹൾക്കും അവിടെ നിൽക്കുന്നുണ്ട്, ക്യാപ്റ്റൻ മാർവലും നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ കോളിൽ കണക്റ്റഡ് ആണ്. എത്ര ചെക്ക് ചെയ്തിട്ടും ആ റിങ് എന്ത് തരം മെറ്റീരിയൽ ആണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഈ റിങ്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഒരു ബീക്കണാണ്. അതിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു സ്പാർക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഷാങ്ചി ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഷാങ്ചിയുടെ സിസ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവളിപ്പം അവളുടെ അച്ഛൻ്റെ ആ കോട്ടയിലേക്ക് എത്തി. ഇനി അവളാണ് അവളുടെ അച്ഛൻ്റെ ആൾക്കാരെ നയിക്കാൻ പോകുന്നത്. അവളിപ്പം അവിടെ ആ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു വ്യത്യാസം, ഇപ്പൊ അവിടെ പെമ്പിള്ളേരെയും ട്രെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ കോട്ട മൊത്തത്തിൽ അവളൊരു മാറ്റമൊക്കെ വരുത്തി. ഇപ്പൊ ഫുൾ ന്യൂ ജനറേഷൻ സെറ്റപ്പാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.